ഹായ് എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. തേർഡ് ചാപ്റ്റർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു അല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തിട്ട് ക്ലാസ്സസ് മനസ്സിലാക്കണം. അപ്പോൾ ഇന്ന് തേർഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈഫാണ് നമ്മൾ നിർത്തിവെച്ച പോർഷൻ അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ മൈൽ സ്റ്റോൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. ഒരു കുട്ടിയുടെ ജനനം മുതൽ അല്ലെങ്കിൽ കൺസീവ് ചെയ്തത് മുതൽ കുട്ടിയുടെ ഗ്രോത്തും ഡെവലപ്മെൻറ്റും എങ്ങനെയാണ്, മൈൽ സ്റ്റോൺസ് ഏതൊക്കെ തരത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ലൈഫ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. എങ്ങനെയാണ് ഒരു ലൈഫ് ബിഗിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നു അല്ലേ. ദെൻ നമ്മൾ പീരീഡ് ഓഫ് ദ ഓവമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്കാണ് പീരീഡ് ഓഫ് ദ ഓവം ഉള്ളത്. നമ്മൾ കൺസീവ് ചെയ്തത് മുതൽ സെക്കൻഡ് വീക്കിൻ്റെ എൻഡ് വരെയാണ് പീരീഡ് ഓഫ് ദ ഓവം എന്നുള്ള ഈ ഒരു പീരീഡ് ഉള്ളത്. So, after the egg is released from the ovary, it moves into the fallopian tube. എന്താണ് പറയുന്നത്? എഗ്ഗ് മദറിൻ്റെ ഓവറിയിൽ നിന്നും എഗ്ഗ് റിലീസ് ചെയ്തതിന് ശേഷം അതെങ്ങോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്? ഇറ്റ് മൂവ്സ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. അത് ഫെലോപ്പിയൻ ട്യൂബിലോട്ട് മൂവ് ആവുന്നു. ഓക്കെ, ഇറ്റ് സ്റ്റേസ് ദർ ഫോർ അബൌട്ട് 24 hours. അത് ഫെലോപ്പിയൻ ട്യൂബിൽ ഒരു 24 hours സ്റ്റേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വെയിറ്റിംഗ് ഫോർ എ സിംഗിൾ സ്പേം ടു ഫെർട്ടിലൈസ് ഇറ്റ്. എന്താണ് പറയുന്നത്? അത് ആ ഒരു എഗ്ഗ് അല്ലേ, മദറിൻ്റെ ഓവറിയിൽ നിന്നും റിലീസായിട്ടുള്ള എഗ്ഗ് മെല്ലെ ഫെലോപ്പിയൻ ട്യൂബിലോട്ട് മൂവ് ആവുന്നു. അത് അവിടെ 24 hours വെയിറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു സിംഗിൾ സ്പേം സെല്ല്, ഒരു ഫെർട്ടിലൈസ്ഡ് സെല്ല്, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഒരു ഫാദറിൻ്റെ ഒരു സ്പേം സെല്ല് വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 24 hours അത് ഫെലോപ്പിയൻ ട്യൂബിൽ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ വിത്തിൻ 24 hours ബിഗിൻ ബീയിങ് ഫെർട്ടിലൈസേഷൻ. എന്താണ്? ആ ഒരു 24 hours ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻ ടു മെനി സെൽസ്. അതിനുശേഷം അത് ഫെർട്ടിലൈസ്ഡ് ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ അത് മെനി സെൽസായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സെൽസായിട്ട് അത് ഡിവൈഡായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, it keeps dividing as it moves slowly through the fallopian tube to the uterus and attaches to the lining of the uterus. അതിനുശേഷം എല്ലാം അതെന്ത് ചെയ്യാണ്? ഡിവൈഡിങ്, മെനി സെൽസായിട്ട് ഡിവൈഡ് ആവുമെന്ന് പറഞ്ഞു അല്ലേ. അത് ഡിവൈഡ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ അത് ഫെലോപ്പിയൻ ട്യൂബിൽ നിന്നും യൂട്രസിലോട്ട് മൂവ് ആവുകയാണ്. വിത്ത് ആൻ അറ്റാച്ച്മെൻറ്റ്, ഒരു അറ്റാച്ച്ഡ് ലൈനിങ് പാർട്ട് അതിനുണ്ടാവും. ഓക്കെ, ആ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗും സ്പേമും അല്ലേ, അതൊരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം അതെന്തായി? ഒരു ഓവമായിട്ട് മാറി അല്ലേ. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ലൈനിങ് കൂടെ അത് യൂട്രസിലോട്ട് മൂവ് ആവുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരു യൂട്രസിൽ ഒരു അറ്റാച്ച്ഡ് ലൈനിങ്, ഓക്കെ, ഓഫ് യൂട്രസിനെ അതിനെ പൊതിഞ്ഞൊരു ലൈനിങ്ങോട് കൂടിയാണ് അത് യൂട്രസിലോട്ട് എത്തുന്നത്. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. ഈ ഒരു ലൈനിങ്ങിനെ നമ്മൾ എന്ത് പറയും? ലൈനിങ്ങോട് കൂടി അത് യൂട്രസിലോട്ട് എത്തുന്നതിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഹിയർ ഈസ് കണ്ടിന്യൂസ് ഗ്രോ. അവിടെയാണ് നമ്മുടെ ഈ ഒരു ഓവം, അല്ലെങ്കിൽ ആ ഒരു പുതിയ ലൈഫ് അല്ലേ, അവിടെയാണ് വളരാൻ തുടങ്ങുന്നത്, ഗ്രോ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ദ പ്ലാസൻറ്റ, എന്താണ് ആ ഇംപ്ലാന്റേഷൻ്റെ പോയിന്റിൽ തന്നെ പ്ലാസൻറ്റ എന്താണെന്ന് പറയാം. ഫ്രം വിച്ച് ദ അംബ്ലിക്കൽ കോഡ് എക്സ്റ്റെൻസ് ടു ദ ഫെർട്ടിലൈസ്ഡ് ഓവം. നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ഓവത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് മദറിൻ്റെ അതിന് ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മദറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു അംബ്ലിക്കൽ കോഡ് കണക്ട് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ പൊക്കിൾ കൊടിയിൽ കണക്ട് ചെയ്തിട്ട് ഒരു കോഡ് പോലെ ഒരു അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പ്ലാസൻ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം പ്രസൻ്റായിട്ട് വരും, അതല്ലെങ്കിൽ ഡെവലപ്പായിട്ട് വരും. അതിലൂടെയാണ് കുട്ടികൾക്ക് ഫുഡ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ബ്ലഡിലൂടെ, മദറിൻ്റെ ബ്ലഡ് സ്ട്രീംസിലൂടെയാണ് ഈ ഒരു അംബ്ലിക്കൽ കോഡിലൂടെ പ്ലാസൻ്റ വഴിയാണ് കുട്ടികളിലേക്ക് ഫുഡ് എത്തുന്നത്. ഓക്കെ, ഇൻ ദിസ് വേ ദ
ഫെർട്ടിലൈസ്ഡ് ഓവം, അതായത് സൈഗോട്ട് അല്ലേ. സൈഗോട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഫെർട്ടിലൈസ്ഡ് ഓവത്തിനെ നമ്മൾ സൈഗോട്ട് എന്ന് വിളിക്കും അല്ലേ. റിസീവ്സ് നറിഷ്മെൻറ്റ് ഫ്രം ദ ബ്ലഡ് സ്ട്രീംസ് ഓഫ് ദ മദർ. അപ്പോൾ ഈ ഒരു പ്ലാസൻഡ നമ്മുടെ ഒരു കുട്ടിയുടെ കൂടെ കണക്റ്റായിട്ട് വരുന്നതാണ്. സോ അതിൻ്റെ ഒരു അംബ്ലിക്കൽ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു കോഡിലൂടെയാണ് മദറിൻ്റെ ബ്ലഡ് സ്ട്രീംസിൽ നിന്നും പ്ലാസൻഡ വഴി കുട്ടികളിലേക്ക് അവരുടെ ഭക്ഷണം അല്ലെങ്കിൽ ഫുഡ്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് എത്തുന്നത്. സോ അതാണ് ഈ ഒരു പ്ലാസൻഡ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസൻഡ ഡെവലപ്പ് ആവുന്നത് ഈ ഒരു പീരീഡ് ഓഫ് ദ ഓവം എന്നുള്ള ഈ ഒരു പീരീഡിലാണ്. ഏർലി സ്റ്റേജ് തന്നെയാണ്, ഒരു ലൈഫിൻ്റെ ഏർലി സ്റ്റേജാണ്. ഈ ഒരു സമയത്താണ് അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്നും പ്ലാസൻഡ വഴി അംബ്ലിക്കൽ കോഡിലൂടെ പൊക്കിൾക്കൊടിയിലൂടെ കുട്ടികളിലേക്ക് അവർക്ക് ജീവിക്കാൻ, അവിടെ വളരാൻ ആവശ്യമായിട്ടുള്ള അല്ലേ, അവരുടെ ഗ്രോ ആവാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തുന്നത് ഈ ഒരു പ്ലാസൻഡ വഴിയാണ് കേട്ടോ. അവിടെയാണ് കുട്ടികൾക്ക് വളർച്ച, കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ബ്ലഡിലൂടെ അല്ലേ, അമ്മയുടെ ബ്ലഡ് സ്ട്രീമിലൂടെ ഭക്ഷണം എത്തുമ്പോഴാണ് കുട്ടി ഗ്രോ ആവുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരീഡ് ഓഫ് ദ എംബ്രിയോ അല്ലേ. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് നമ്മളിതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൈൽ സ്റ്റോൺസോ അല്ലെങ്കിൽ ഈ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്ന് മാത്രം. ഓക്കെ, സോ പീരീഡ് ഓഫ് ദി എംബ്രിയോയിൽ കുട്ടികൾക്ക് എന്തൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ പീരീഡ് ഫ്രം 2nd to 8th വീക്ക് ആഫ്റ്റർ കൺസെപ്ഷൻ, കൺസീവ് ചെയ്തത് മുതൽ 2nd വീക്ക് മുതൽ 8th വീക്ക് വരെയാണ് പീരീഡ് ഓഫ് ദ എംബ്രിയോ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ സംഭവിക്കും നോക്കാം. ഫോർ ദ ഫസ്റ്റ് 2 months ദ ന്യൂ ലൈഫ് ഈസ് കോൾഡ് എംബ്രിയോ. അപ്പോൾ ഈ 8th വീക്ക് വരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 മാസം അല്ലേ, കൺസീവ് ചെയ്തത് മുതൽ ആദ്യത്തെ 2 മാസം, ഈ ഒരു സമയത്ത് ഈ ഒരു ലൈഫിനെ നമ്മൾ വിളിക്കുന്നതാണ് എംബ്രിയോ എന്ന് അല്ലേ. അതിന് നമ്മൾ പറയുന്ന പേരാണ് എംബ്രിയോ. Then during this period all important external and internal features start to develop and function. ഈ ഒരു സമയത്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഇൻറ്റേർണൽ ആയിട്ടുമുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നത് ഈ ഒരു ഫസ്റ്റ് 2 monthsലാണ്, 8 വീക്സിൻ്റെ ഉള്ളിൽ. പീരീഡ് ഓഫ് ദ എംബ്രിയോ എന്നുള്ള ഈ ഒരു സ്റ്റേജിലാണ് കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു ലൈഫിൻ്റെ എല്ലാ ഓർഗൻസും ഇൻറ്റേർണലായിട്ടും നമ്മൾ അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള എല്ലാ ഓർഗൻസും അല്ലെങ്കിൽ അവയവങ്ങളും എന്ത് ചെയ്യുന്നത്, വളരാൻ തുടങ്ങുന്നത്, വളരാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് അവർ തുടക്കം. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് സെൽസ് ആർ മെയ്ഡ്, നെയിംലി ബ്ലഡ് സെൽസ്, ബോൺ ആൻഡ് മസിൽസ്. എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ആവുന്നത് ഈ ഒരു സമയത്താണ്. മെയിനായിട്ടുള്ള ബ്ലഡ് സെൽസ് അതുപോലെ ബോൺ ആൻഡ് മസിൽസൊക്കെ ഈ ഒരു പീരീഡ് ഓഫ് ദ എംബ്രിയോ എന്നുള്ള ഈ ഒരു പീരീഡിലാണ് എന്ത് ആവുന്നത്, ഫോം ആവുന്നത്. ഓക്കെ, ബൈ 8 weeks ദ ടൈനി ഹാർട്ട് ഹാസ് ബീൻ ബീറ്റിംഗ് ഫോർ ഓൾമോസ്റ്റ് എ മന്ത്. എന്താണ്, ഇനി 8 വീക്കോട് കൂടിയിട്ട് ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ലൈഫിൻ്റെ കുഞ്ഞു ഹൃദയം അല്ലേ, ടൈനി ഹാർട്ട് എന്ത് ചെയ്യാണ്, മിടിക്കാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു സമയത്താണ്, പീരീഡ് ഓഫ് ദി എംബ്രിയോ എന്നുള്ള ഒരു സ്റ്റേജിലാണ്. ഓക്കെ, ദ ലങ്സ്, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ ബിഗിൻ ടു ഫോം ആൻഡ് സെക്സ് ഓർഗൻസ് ആർ ഡെവലപ്ഡ് ഇനഫ് ടു ഡിസ്റ്റിങ്വിഷ് ദ സെക്സ് ഓഫ് ദ എംബ്രിയോ. ഇനി അതുപോലെ തന്നെ ലങ്സ്, ലിവർ, സ്റ്റൊമക്ക് ആൻഡ് ബ്രെയിൻ ഒക്കെ ഈ ഒരു സമയത്താണ് ഫോം ആവുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ സെക്സ് ഓർഗനും ഈ ഒരു സമയത്താണ് ഡെവലപ്പ് ആവുന്നത്. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേജും കൂടിയാണ് എന്ത്, പീരീഡ് ഓഫ് ദ എംബ്രിയോ എന്നുള്ള ഈ ഒരു സ്റ്റേജ്. ഓക്കെ, ക്ലിയർ? അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീരീഡ് ഓഫ് ദ ഫീറ്റസ് അല്ലേ. ഫീറ്റസ് എന്നുള്ള സ്റ്റേജിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഫ്രം 8 weeks അണ്ടിൽ ബർത്ത് ഓൾ ദ ഓർഗൻസ് ഗ്രോ ബിഗ്ഗർ ആൻഡ് സ്ട്രോങ്ങർ. എന്താണ് ഈ പീരീഡ് ഓഫ് ദ ഫീറ്റസ് എന്നുള്ള ഈ ഒരു സ്റ്റേജ്? പിന്നെ നമ്മൾ 2nd month വരെയുള്ള കാര്യങ്ങളാണ് എംബ്രിയോയിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ എംബ്രിയോ എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞിട്ട് 2nd month മുതൽ ഡെലിവറി വരെ അല്ലെങ്കിൽ കുട്ടിയുടെ ബർത്ത് വരെ ഉള്ള ഒരു സ്റ്റേജാണ് എന്ത്, പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സമയത്താണ് കുട്ടിയുടെ എല്ലാ ഓർഗൻസും സ്ട്രോങ്ങറും ബിഗ്ഗറും ആവുന്നത്. കുട്ടിക്ക് നമ്മൾ ആദ്യം അവിടുന്ന് എല്ലാ ഓർഗൻസും ബിഗിൻസ് ടു എന്ത് ചെയ്യാം, ഗ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ, പീരീഡ് ഓഫ് എംബ്രിയോ എന്നുള്ള സ്റ്റേജിൽ. പക്ഷേ ഈ ഒരു പീരീഡ് ഓഫ് ദ ഫീറ്റസ് എന്ന സ്റ്റേജിലാണ് കുട്ടിയുടെ എല്ലാ ഓർഗൻസും വലുതാവുന്നതും സ്ട്രോങ് ആവുന്നതും ഈ ഒരു പീരീഡ് ഓഫ് ഫീറ്റസ് എന്നുള്ള സ്റ്റേജിലാണ്. ഓക്കെ, ഫ്രം ദ 5th month ഓൺവേർഡ്സ് one can hear the beating of the
ഹാർട്ട് ത്രൂ സ്റ്റെതസ്കോപ്പ്. എന്താണ് ഫസ്റ്റ് ഒരു 5th മന്ത് മുതൽ എന്താണ് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് സ്റ്റെതസ്കോപ്പിലൂടെ അല്ലേ, സാധാരണ മനുഷ്യന്മാരുടെ ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത് പോലെ തന്നെ 5th മന്ത് മുതൽ എന്ത് കേൾക്കാൻ പറ്റും, സ്റ്റെതസ്കോപ്പിലൂടെ നല്ല രീതിയിൽ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ സാധിക്കും. ദ ബോഡി മൂവ്സ് ഫ്രീലി. കുട്ടിയുടെ ബോഡി നമ്മൾ വൂമ്പിനകത്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്ത് ഫ്രീ ആയിട്ട് മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേജും കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ ആ ബേബിക്ക് സാധിക്കും. വൺ ക്യാൻ ഫീൽ ദ മദേഴ്സ് സ്കിൻ ബൾജ് വേർ ആം ഓർ ലെഗ് ഈസ് കിക്കിംഗ് ഔട്ട്. എന്താണ്, പുറത്തുള്ള ഒരാൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ എന്ത് കാണാൻ പറ്റും, അമ്മയുടെ വയറിൻ്റെ തൊലി അല്ലെങ്കിൽ സ്കിന്ന് ബൾജാവുന്ന, ഇങ്ങനെ മുഴച്ചൊക്കെ നിൽക്കുന്നത് കുട്ടി കിക്ക് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ലെഗ് വെച്ചോ ആം വെച്ചൊക്കെ കുട്ടി കിക്ക് ചെയ്യുമ്പോൾ അമ്മയുടെ ഈ സ്കിന്നിൻ്റെ പുറത്ത് ബൾജാവുന്ന മുഴച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, സം ബേബീസ് സക്ക് ദെയർ തം ആൻഡ് സം യോൺ ആൻഡ് സ്ട്രെച്ച് ഔട്ട്. ചില സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, തമ്പ് സക്ക് ചെയ്യുന്നുണ്ട്, വിരൽ കുടിക്കുക അല്ലെങ്കിൽ വിരൽ വായിലിട്ടിട്ട് ഈമ്പുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ സം യോൺ, ചില കുട്ടികൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചില കുട്ടികളല്ല, ചിലപ്പോൾ കുട്ടികൾ യോൺ ചെയ്യാറുണ്ട്, കോട്ടുവായ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, സ്ട്രെച്ച് ഔട്ട് അല്ലേ, സ്ട്രെച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് വയറിനകത്ത് കടന്നിട്ട്. കുട്ടിയുടെ അമ്മയുടെ വൂമ്പിനകത്ത് അതല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്ത് കടന്ന് ഇത്തരം ആക്ടിവിറ്റീസുകളൊക്കെ കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, യോൺ ചെയ്യാൻ. അതുപോലെ യോൺ മീൻസ് എന്താണ്, കൊട്ടുവായിടാൻ സാധിക്കും. അതുപോലെ അവർക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും, അവർ ഫിംഗേഴ്സ് സക്ക് ചെയ്യാനൊക്കെ സാധിക്കും ഈ ഒരു സ്റ്റേജിൽ. സോ അവർ ഗ്രോ അപ്പ് ആയിക്കഴിഞ്ഞു. അപ്പോൾ അത്രയാണ് പീരീഡ് ഓഫ് ഫീറ്റസ്. ഓക്കെ, അടുത്തത് അപ്പോൾ എത്രയും ആയിക്കഴിഞ്ഞാൽ കുട്ടി പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ ബർത്തിന് റെഡിയായി എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദ ബേബി അറ്റ് ബർത്ത് അല്ലേ, കുട്ടിയുടെ ജനനത്തെക്കുറിച്ച് ആ സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ് ബർത്ത് നോർമൽ വെയ്റ്റ് ഓഫ് ചൈൽഡ് ഈസ് അബൌട്ട് 7 pounds ഓർ 3 kg. ജനന സമയത്ത് ഒരു കുട്ടിയുടെ നോർമൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 7 pounds ആണ്, അല്ലെങ്കിൽ കിലോഗ്രാംസിൽ പറയുകയാണെങ്കിൽ 3 kg. അത്രയും ഒരു നോർമൽ വെയ്റ്റ് ആണ് കുട്ടികൾക്ക് ജനന സമയത്ത് ഉണ്ടാവേണ്ടത്, ബർത്ത് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദ ഫസ്റ്റ് ക്രൈ ആഫ്റ്റർ ബർത്ത് ഹെൽപ്സ് ദ ലങ്സ് ഓഫ് ദ ചൈൽഡ് ടു ബിഗിൻ ഫങ്ഷനിങ്. നമ്മൾ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചോദിക്കും അല്ലേ, കുട്ടി കരഞ്ഞോ എന്ന്. അപ്പോൾ ആ കുട്ടി കരഞ്ഞോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ കുട്ടി കരയണം എന്ന് നിർബന്ധം പിടിക്കാനുള്ള കാരണം എന്താണ്, കുട്ടി ജനിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ക്രൈ ആഫ്റ്റർ ബർത്ത് ഹെൽപ്സ് ദ ലങ്സ് ഓഫ് ദ ചൈൽഡ് ടു ബിഗിൻ ഫങ്ഷനിങ്. ആ ഒരു കരച്ചിലൂടെയാണ് കുട്ടിയുടെ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശം ആദ്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പോൾ കുട്ടി പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ശ്വാസോച്ഛ്വാസം എടുക്കുന്നത്. സോ കുട്ടിയുടെ ആദ്യത്തെ ബ്രീതിങ് ആണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടി കരയുന്നതിലൂടെയാണ് ആ ഒരു ലങ്സ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദ ന്യൂ ബോൺ ചൈൽഡ് അറ്റംപ്റ്റ്സ് ടു അഡ്ജസ്റ്റ് വിത്ത് ദ ന്യൂ എൻവയോൺമെൻറ്റ്. പിന്നീട് അങ്ങോട്ടുള്ളത് കുട്ടി, ആ ഒരു പുതിയതായിട്ട് ജനിച്ചിട്ടുള്ള കുട്ടി പുതിയ എൻവയോൺമെൻറ്റുമായിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. കാരണം അവർ ഇതുവരെ ഉണ്ടായതുപോലെ അല്ല അവർ പുതിയതായിട്ടൊരു വേൾഡിലോട്ട് വരുമ്പോൾ. സോ ആ ഒരു പുതിയ എൻവയോൺമെൻറ്റുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പിന്നീടുള്ള കുട്ടികളുടെ അടുത്ത ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ ചൈൽഡ്സ് സഡൻ വേക്കിംഗ്, ചോക്കിംഗ്, ഇറഗുലർ respiration, sneezing and similar symptoms of instability in the initial period after birth. എന്താ പറയുന്നത്, കുട്ടിയുടെ പെട്ടെന്നുള്ള സഡൻ വേക്കിംഗ്. കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരാറുണ്ട്. സോ അതുപോലെ ചോക്കിങ്ങിലെ കുട്ടികൾ എന്തെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയതുപോലെയുള്ള പെട്ടെന്നുള്ള ശ്വാസം എടുക്കുക, അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ, പെട്ടെന്ന് ശ്വാസം വലിച്ചു വിടുക, അതല്ലെങ്കിൽ അതുപോലെയുള്ള ആക്ഷൻസൊക്കെ, ശ്വാസതടസ്സം ഉണ്ടാവുന്നത് പോലെയുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ സ്നീസിങ്, എപ്പോഴും തുമ്മുക, ആൻഡ് സിമിലർ സിംറ്റംസ് ഓഫ് ഇൻസ്റ്റബിലിറ്റി, ഒരു ഇൻസ്റ്റബിലിറ്റി, സ്റ്റേബിൾ അല്ലാത്തൊരു ഫീലിംഗ്, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ എന്താണ്, ദ ഇനീഷ്യൽ പീരീഡ് ആഫ്റ്റർ ബർത്ത്. ഈ ഒരു ബർത്തിന് ശേഷമുള്ള തുടക്കകാലങ്ങളിൽ കുട്ടികളിൽ കാണപ്പെടുന്ന ഓരോ സിറ്റുവേഷൻസാണ് ഇതൊക്കെ അല്ലേ. എന്താണിത് കാണിക്കുന്നത്, ഷോസ് റിയാക്ഷൻസ് വൈൽ ഇറ്റ് ഈസ്
ഇറ്റ് ട്രൈസ് ടു അഡ്ജസ്റ്റ് ടു ദ ന്യൂ എൻവയോൺമെൻറ്റ്. ഇതൊക്കെ അവരെന്താണ് പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാകുന്ന സ്ട്രഗിൾസാണ്. സോ അവർ ഇതുപോലെയല്ല, അവരിതുപോലെ എന്താണ് ശ്വാസം എടുത്തിട്ടില്ല, അതുപോലെ അവർ ഉറങ്ങുന്നതും അവർ കിടക്കുന്നതും അല്ലെങ്കിൽ പുതിയ എൻവയോൺമെൻറ്റ് അവരുടെ അന്തരീക്ഷങ്ങളൊക്കെ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചേഞ്ചായി മാറും അല്ലേ. പിന്നീടുള്ള അങ്ങോട്ടുള്ള ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുട്ടികൾ ഇതുമായിട്ടൊക്കെ അവരുടെ പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് എന്താണ് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമാണ് ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്രയാണ് ബേബി അറ്റ് ബർത്ത് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടിയുടെ ജനനം കഴിഞ്ഞു അല്ലേ, കുട്ടി ബർത്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടി ഇങ്ങനെ അന്തരീക്ഷവുമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വേണം, കുട്ടിക്ക് ഡെവലപ്മെൻറ്റ്സും ഗ്രോത്തൊക്കെ ഉണ്ടാവണം അല്ലേ. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് കുട്ടികൾക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെൻറ്റ് അല്ലേ. ശാരീരികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ മോട്ടോർ മസിൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ് വേണം. അതുപോലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അല്ലേ, ഇമോഷണലി എന്താണ് വൈകാരികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് ഉണ്ടാവണം. അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സാമൂഹികപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കുട്ടികൾക്ക് ആവശ്യമാണ്. അതുപോലെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് അല്ലേ, മാനസികപരമായിട്ടുള്ള വികാസം എന്ത് വേണം, കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പോൾ ഇത്തരം ഡെവലപ്മെൻറ്റ്സിലൂടെ ഒക്കെയാണ് കുട്ടികൾ എന്താവുന്നത്, അഡൾട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് തീരുന്നത് അല്ലെങ്കിൽ ഒരു അഡൾട്ടായിട്ട് മാറുന്നത്. സോ എന്താണ്, കുട്ടികൾ ഇത്തരം ഡെവലപ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് ഇനി അടുത്തതായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.